ബ്രസീൽ വേഴ്സസ് കൊളംബിയ മത്സരത്തിൽ ബ്രസീൽ വിജയിക്കുമ്പോൾ ഗോൾ നേടിയിട്ടുള്ളത് വിനീഷ്യസ് ജൂനിയറും അതുപോലെ തന്നെ റാഫീഞ്ഞയാണ്. മത്സരത്തിൽ ഉടനീളം വിനീഷ്യസിന്റെയും റാഫീഞ്ഞയുടെയും എടുത്തു പറയാനുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ റൈറ്റ് ബാക്കായി 21-കാരനായിട്ടുള്ള വേസ്ലി ഫ്രാങ്കയെ കുറിച്ചിട്ടാണ്. കാരണം ആദ്യത്തെ ഇൻ്റർനാഷണൽ ഗെയിമാണ്. ഈ താരം മൈതാനത്തിറങ്ങി കളിച്ചിട്ടുള്ളത് വെറും 11 മിനിറ്റാണ്. 11 മിനിറ്റിൽ കാട്ടിക്കൂട്ടിയിട്ടുള്ള ദൃശ്യങ്ങൾ ബ്രസീൽ ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. റൈറ്റ് ബാക്ക് പൊസിഷനിൽ അദ്ദേഹം ഇനി ബ്രസീലിൻ്റെ ആ ഒരു കുപ്പായത്തിൽ മിന്നിത്തിളങ്ങുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെ. 11 സക്സസ്ഫുൾ പാസുകൾ ഈ മത്സരത്തിൽ കൊടുത്തിട്ടുണ്ട്. ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം, ആകെ 12 പാസ്സാണ് അദ്ദേഹം കൊടുത്തത്. അതിൽ 11 കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളത് അർത്ഥം. 6 ഡുവൽസ് വിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഈ മത്സരത്തിൽ ഏറ്റവും ടോപ്പ് ഡുവൽസ് വിന്നിംഗ് ആണ്. അതായത് 11 മിനിറ്റ് മാത്രം കളിച്ചിട്ടുള്ള ഒരു പ്ലെയറുടെ പ്രകടനമാണെന്ന് ആലോചിച്ച് നോക്കണം. 7.5ഓളം റൈറ്റിംഗ് ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു മത്സരത്തിന് ശേഷം. സത്യം പറഞ്ഞാൽ ബ്രസീൽ ആരാധകർക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു 21-കാരനാണ് ഇദ്ദേഹം. ഫ്ലെമങ്കോയ്ക്ക് വേണ്ടിയിട്ട് പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബ്രസീലിൻ്റെ ഭാവി ഡിഫൻസ് വിളിച്ചോതപ്പെടുമ്പോൾ ആ കാലുകൾ ചിലപ്പോൾ അതിലേക്ക് വന്നെത്താനുള്ള സാധ്യത കൂടുതലാണ്.